CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ അനിൽ ആന്റണി കൈപ്പറ്റിയെന്ന നന്ദകുമാറിന്റെ ആരോപണത്തോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുടെ തുടക്കം. PJ കുര്യന് ഇതറിയാമെന്നും നിഷേധിച്ചാൽ തെളിവ് പുറത്തുവിടുമെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു. ആരോപണത്തിൽ ഒരു ഭാഗം PJ കുര്യൻ ശരിവെച്ചു. പണം തിരികെ നൽകാൻ താൻ ഇടപെട്ടിരുന്നു. അക്കാര്യത്തിനായി താൻ വിളിച്ചത് AK ആന്റണിയെയാണോ അനിലിനെയാണോ എന്ന് ഓർക്കുന്നില്ലെന്നായിരുന്നു കുര്യന്റെ പ്രതികരണം. എന്തിനാണ് തുക വാങ്ങിയതെന്നോ എത്രയാണ് വാങ്ങിയതെന്നോ തനിക്കറിയില്ലെന്നും കുര്യൻ പറയുന്നു. കുര്യൻ ഇക്കാര്യം സംബന്ധിച്ചതോടെ തന്റെ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞെന്നായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം. തുകയും കാര്യവും അറിയില്ലെന്ന് കുര്യൻ പറഞ്ഞത് ശരിയാണ്. തന്നെ ഒഴിവാക്കാനാണ് അനിൽ തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തത്. പണം തിരികെ ചോദിച്ച് AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ തന്നെ സെക്യൂരിറ്റി തടഞ്ഞെന്നും അനിൽ തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും നന്ദകുമാർ പ്രതികരിച്ചു. ഇന്ന് അദ്ദേഹം പറഞ്ഞു PJ കുര്യൻ പറയട്ടെ എന്നല്ലേ പറഞ്ഞല്ലോ. എന്നെ അറിയില്ലെന്നും PJ കുര്യൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ആവശ്യമായിട്ട് സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അനിൽ ആന്റണി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി, എന്റെ പണം കിട്ടാൻ ഞാൻ സമ്മർദ്ദം ചെലുത്തി. എന്താ തെറ്റ്? അങ്ങനെ എന്റെ കോള് ബ്ലോക്ക് ചെയ്ത് തന്നെയും പിതാവിനെയും ചതിക്കാൻ നന്ദകുമാറും PJ കുര്യനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് അനിൽ ആന്റണി തിരിച്ചടിച്ചു. കുര്യനെതിരായി വിവാദ കേസ് ഒഴിവാക്കിയത് TG നന്ദകുമാർ ഇടപെട്ടാണെന്ന പുതിയ ആരോപണവും അനിൽ ഉയർത്തി. അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. അതാ ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-ലും 2013-ലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ PJ കുര്യൻ വഴിയാണ്. അതേസമയം പണം തിരികെ നൽകാൻ PT തോമസ് ഇടപെട്ടതിനെക്കുറിച്ചോ നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ചോ തനിക്കറിയില്ലെന്നും PT തോമസ് വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ലായിരുന്നുവെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. PJ കുര്യന്റെ ശിഷ്യനായ ആന്റോ ആന്റണിയുടെ സഹോദരൻ ഉൾപ്പെട്ട സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ED അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അനിൽ ഓർമ്മിപ്പിച്ചു. നന്ദകുമാർ നുണയനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തയാളാണെന്നുമായിരുന്നു BJP നേതാവ് PC ജോർജിന്റെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, പത്തനംതിട്ട.